ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുളുമണാലി ട്രിപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തത്. ഈ യാത്ര നമ്മൾ എറണാകുളത്തുനിന്ന് ട്രെയിനിലാണ് യാത്ര ആരംഭിച്ചത്. മക്കൾ ചെറുതായതുകൊണ്ട് യാത്ര എളുപ്പമാക്കാൻ നമ്മൾ AC കമ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. ഡൽഹി വരെയുള്ള യാത്ര നമ്മളുടെ സ്വന്തം ചെലവിലും ബാക്കി അവിടെ നിന്നുള്ള യാത്ര മണാലി വരെയുള്ള ഡൽഹി ടു മണാലി വരെയുള്ള യാത്ര നമ്മളൊരു പാക്കേജ് എടുത്തുമാണ് പോയത്. ഡൽഹി വരെ ഞങ്ങൾ രാജധാനിക്ക് ടിക്കറ്റ് എടുത്താണ് പോയത്. 23-ാം തീയതി നൈറ്റ് 9:30 ആലപ്പുഴയിൽ നിന്ന് കയറുകയും 25-ാം തീയതി ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തുകയും ചെയ്തു. 25-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കാശ്മീരി ഗേറ്റിൽ നിന്നുമാണ് അവർ നമുക്ക് വോൾവോ ബസ് പറഞ്ഞിരുന്നത്. അതിനായിട്ട് നമ്മൾ മെട്രോയിൽ കയറി നമ്മൾ കാശ്മീരി ഗേറ്റിലോട്ട് പോവുകയാണ്. മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ഇറങ്ങിയൊരു പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയും കൂടെ ചെയ്ത് കറക്റ്റ് 6 മണിയായപ്പോൾ വോൾവോ ബസ് എത്തുകയും നമ്മളത് കയറുകയും ചെയ്ത്. നമ്മൾ കയറുന്ന ഒരു ധൃതിക്കായതുകൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നൈറ്റിലത്തെ വ്യൂ ആണ്. നൈറ്റിൽ എല്ലാവരും ഏകദേശം ഉറങ്ങുകയാണ്. ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ബസ് ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാക്കേജ് പറഞ്ഞിരുന്നത് മോർണിംഗ് 9 മണിയാകുമ്പോൾ നമ്മളെ മണാലി എത്തിക്കുമെന്നാണ് പറഞ്ഞത്. 9 മണിക്കാണ് ഹോട്ടൽ ചെക്ക് ഇൻ പറഞ്ഞേക്കുന്നത്. ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ബസ്സിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആയിരുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ മണാലി എത്തിയിട്ടുണ്ട്. രാവിലെ നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണിത്. പുറത്തോട്ടുള്ള അങ്ങനെ നമ്മൾ മണാലി എത്തി. ഈ ഒരു ഹോട്ടലിൽ രാവിലെ 9 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട്. 26-ാം തീയതി രാവിലെ ഒരു 8 മണിയായപ്പോൾ വോൾവോ സ്റ്റാൻഡിൽ നമ്മളെത്തി. നമ്മളെ അവിടുന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് ഡ്രൈവറും അതുപോലെ തന്നെ ഒരു ക്യാബും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഈ ഹോട്ടലിലെത്തിയത്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. സെറ്ററൊക്കെ ഇട്ടാണ് വന്നിറങ്ങിയത്. അങ്ങനെ നമ്മൾ മുറിയിലോട്ട് കയറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല റൂമും നല്ല ഫെസിലിറ്റിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. ബാത്റൂമൊക്കെ വളരെ നീറ്റാണ്. അടിപൊളി ബാത്റൂമാണ്. എനിക്കിഷ്ടപ്പെട്ട്. നമ്മൾ പാക്കേജ് എടുത്തപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്നായിരുന്നു വിചാരിച്ച. ഫോട്ടോസിൻ്റെ റൂമൊക്കെ അവർ സെൻഡ് ചെയ്തെന്ന്. പക്ഷെ അതിനേക്കാളും നല്ല വൃത്തിയുണ്ടായിരുന്നു. നല്ല റൂംസായിരുന്നു. വലിയ കോസ്റ്റും ആയില്ല കേട്ടോ. ഞാൻ ഈ പാക്കേജ് എടുത്തത് 15,000 രൂപയ്ക്കാണ് ഈ ഒരു പാക്കേജ് ഞാൻ എടുത്തത് കേട്ടോ. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണ് ഇത്. അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ കുറേ ഹോട്ടൽസാണുള്ളത്. അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. രാവിലെ വന്നിറങ്ങിയപ്പോൾ അടിപൊളി റൂമായിരുന്നു. എനിക്ക് റൂമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് പോകുന്ന ഹിഡുംബ ടെമ്പിളിലേക്കാണ്. ഹിഡുംബ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണിത്. ഞാൻ ഇച്ചിരി വീഡിയോ ലോങ് ആക്കാതിരിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇവിടെ നമുക്കവിടെ ഡ്രസ്സൊക്കെ മേടിച്ച് വേണം ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്പേസാണത്. ഇന്ന് അമ്പലത്തിലോട്ട് കയറുന്ന വഴിയാണ്. ഇവരൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണ് പോകുന്നത്. നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളും പോയി ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞു പോയി. ഞാനും മൂത്താളും ഡ്രസ്സ് ഇട്ടു ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടുന്ന് ഞങ്ങൾ അടുത്തത് പോയത് ടിബറ്റൻ മോണോസ്ട്രിയിലേക്കാണ്. ഇവിടെ ബുദ്ധൻ്റെ പ്രതിമകളും ബുദ്ധൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവിടെ തൊഴുതു. അതിനുശേഷം ഇവിടെ കുറച്ച് നേരം ഇരുന്നു. അതുപോലെ നമ്മൾ ഈ പാക്കേജ് എടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നതായിരുന്നു നമുക്ക് ഒരു ക്യാബ് സ്വന്തമായിട്ട് തരുമെന്ന്. അങ്ങനെ ഒരു ഡ്രൈവറും ഒരു ക്യാബും നമുക്കുണ്ട്. പുള്ളിക്കാരനാണ് നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പുള്ളി കൊണ്ടുപോയി. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ എന്തോ മന്ത്രം എഴുതിയതാണ്. ഇതിങ്ങനെ തിരിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറന്നു പോകുമെന്നോ അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമാണ് വരുന്നത്. ഇവരെല്ലാവരും ഇതിൽ ഇങ്ങനെ കറക്കി വിടുന്നുണ്ട്. ഞങ്ങളും അത് കറക്കി വിട്ടു. ഇതിൻ്റെ 4 ചുറ്റും ഈ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മന്ത്രങ്ങൾ ജപിച്ച സാധനം കൊണ്ട് ഇതിങ്ങനെ കറക്കി വിടുന്നതാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ആദ്യത്തെ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നത് ഹിഡിംബ ടെമ്പിളും ടിബറ്റൻ മോണോസ്ട്രിയും അതുപോലെ വാൻ വിഹാറിലും കൊണ്ടുപോകാമെന്നാണ്. ഈ അമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള 4 വശത്തുമുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ദൈവത്തിൻ്റെ ഫോട്ടോസും ബുദ്ധൻ്റെ പ്രതിമകൾ, കൂടുതലും ബുദ്ധൻ്റെ പ്രതിമയാണ്. ഇത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഞങ്ങൾ അവിടെ കയറി അത് കണ്ട് സീതയുടെ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു അക്ഷരത്തിൻ്റെ ഇതുകൊണ്ട് നമ്മളവിടെ കണ്ട ചെറിയ കറക്കി വിടുന്ന ചെറിയ അക്ഷരത്തിൻ്റെയാണ് ഇവിടെ വലിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്കാൻ തന്നെ നല്ല പാടാണ്. കാത്തുപോയി കറക്കാൻ നോക്കിയിട്ട് പറ്റാതെ തിരിച്ചു പോകുന്നു. ഇത്തിരി കാത്തു വളരെ പാടുമായിട്ടാണ് അത് കറക്കുന്നത്. ഇവിടെയും തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. പുറത്ത് ഇവിടെ ഇരിക്കാനുള്ള സ്പേസുണ്ട്, ബാത്റൂമുണ്ട്. നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അത്യാവശ്യം ബാത്റൂമുണ്ട്. അതിനുശേഷം നമ്മൾ വാൻ വിഹാറിലോട്ടാണ് പോയത്.
വാൻവിഹാറിനകത്ത് കയറുന്നതിന് ചെറിയൊരു എൻട്രൻസ് ഫീസ് ഉണ്ട്. ചിൽഡ്രൻസിന് 20ഉം അഡൽട്ട്സിന് 30 ആയിട്ടാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ചിൽഡ്രൻസിന് പറ്റിയ കളിക്കാൻ പറ്റിയ സ്പേസ് ആണുള്ളത്. പിന്നെ നല്ല നേച്ചറാണ്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി നേച്ചറാണ്. പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പേസും. അതുപോലെ നമ്മുടെ കുളുമണാലി ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.